അപ്പം ഞങ്ങൾ ഇന്നൊരു ട്രിപ്പ് പോകാൻ വേണ്ടി റെഡിയായി നിൽക്കുവാണ്. എവിടേക്കാ പോകുന്നേ? അലൈനല്ലേ? അതെ അതെ അതെ. വലിയ പ്ലാനൊന്നും ഇല്ലാതെയാണ് ഞങ്ങൾ പോയേട്ടോ. ഇൻസ്റ്റഗ്രാമിൽ ഇങ്ങനെ കുറേ റീൽസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് പ്ലേസസൊക്കെ തപ്പിപ്പിടിച്ചെടുത്ത് ഗൂഗിൾ മാപ്പിലിട്ട് അങ്ങനെ നോക്കിയാണ് പോയത്. ഇത് പോകുന്ന വഴിയിൽ കണ്ടതാട്ടോ, ഫുൾ ഡെസേർട്ടാണ്. ഇവിടെ വന്നിട്ട് ഇതുവരെ ഡെസേർട്ടിൽ ഇറങ്ങാത്തത് കൊണ്ട് ഒരാഗ്രഹം, അങ്ങനെ ചെറുതായിട്ടൊന്ന് ഇറങ്ങി നോക്കിയതാണ്. ഇത് അലൈൻ പോകുന്ന വഴിക്കാണ് ഞങ്ങളൊരു ഡെസേർട്ടിൽ കയറിയതാണ് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഡെസേർട്ടിൽ വരണേ. നല്ല കാറ്റുണ്ട്, നല്ല വ്യൂ ആണ് കേട്ടോ. ശരിക്കും നമുക്ക് നടക്കുമ്പോൾ ഇങ്ങനെ താഴത്തേക്ക് കുഴിഞ്ഞു പോണ പോലെ അങ്ങനത്തെ ഒരു ഫീലാട്ടോ. പിന്നെ അധികം വെയിലൊന്നും ഇല്ലാത്തൊരു സമയം കൊണ്ട് കുഴപ്പമില്ല. ശരിക്കും അതിനകത്തൊരു ക്യാമൽ ഫാം കൂടെ ഉണ്ടായിരുന്നു. ഇവിടെ നല്ല കാറ്റാണ് കേട്ടോ. നിങ്ങൾക്കിത് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും. ഇവിടെ സൈഡിൽ നിന്നുള്ള മണലിങ്ങനെ താഴത്തേക്ക് ഇങ്ങനെ റോഡിലൂടെ പോകണ കാണാൻ പറ്റും. അത്രയും കാറ്റാണ്. ഇതതിൻ്റെ ഏറ്റവും ടോപ്പിൽ നിന്നുള്ള വ്യൂ ആണ് കേട്ടോ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഫുഡ് കഴിക്കാനായിട്ട് പോയി. ബിരിയാണിയാണ് കഴിച്ചത്. ഒരു ആവറേജ് ബിരിയാണി ആയിരുന്നു. അപ്പോൾ ഇനി പോകുന്നത് ജബൽ ഹഫീത്തിലോട്ടാണ്. അങ്ങോട്ട് പോകുന്ന വഴിക്ക് തന്നെ റോസ് ഹഫീത്ത് എന്ന് പറഞ്ഞൊരു സ്പോട്ട് കൂടെ ഉണ്ട്. ഇതിങ്ങനെ കുറേ വീഡിയോസിൽ ഭയങ്കര വൈറലായിട്ടുള്ളൊരു സ്പോട്ടാണ് കേട്ടോ. ഇവിടുത്തെ മിനി ട്രെയിനാണ് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ളൊരു സംഭവം. ഇങ്ങനെയാണ് സംഭവം, വ്യൂ ഇങ്ങനെയാണ് വരുന്നത്. ഇവിടെ നമ്മൾ ഇതുപോലെ പോവാം. റൂപ്പിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അയ്യോ, ഇത് ശരിക്കും വേറൊരു എക്സ്പീരിയൻസ് ആണോ. നല്ല രസമുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. അങ്ങനെ മിനി ട്രെയിനെല്ലാം കയറി ഇറങ്ങി വന്ന് ആ ഒരു സന്തോഷത്തിൽ അവിടെ ഉണ്ടായിരുന്ന സിഗ്നേച്ചറുള്ളൊരു സിഗ്നേച്ചറും കൊടുത്ത് ഇനി നേരെ പോകുന്നത് ജബൽ ഹഫീത്തിലോട്ടാണ്. ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര കാമായിട്ടുള്ളൊരു പ്ലേസാണ് കേട്ടോ. നമ്മളുടെ വർക്കിൻ്റെ ബിസി ലൈഫിൽ നിന്നൊക്കെ മാറി നമുക്ക് ഇടയ്ക്കൊക്കെ വന്ന് അടിപൊളിയായിട്ടൊരു ട്രിപ്പൊക്കെ പോകാൻ പറ്റുന്ന നല്ലൊരു പ്ലേസാണ്. വലിയ സിറ്റി ഒന്നുമല്ല. നമ്മളിപ്പം ഈ ഫുഡ് കഴിക്കുന്ന ടൈമിലാണെങ്കിൽ പോലും ഒരു റെസ്റ്റോറൻറ്റ് കിട്ടാനായിട്ട് കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. നമ്മളിങ്ങനെ കുറേ നോക്കി നടന്നിട്ടാണ്, അതും നമുക്കൊരു 2-3 റെസ്റ്റോറൻറ്റ്സ് മാത്രമാണ് കാണാൻ പറ്റിയത്. ചിലപ്പോൾ ഞങ്ങൾക്ക് അറിയാത്തത് കൊണ്ടാവാം, വലിയ പ്ലാനിങ് ഒന്നും ഇല്ലാത്തത് കൊണ്ടും പിന്നെ കാര്യമായിട്ട് ഇതിനെക്കുറിച്ച് നമ്മൾ അന്വേഷിക്കാത്തത് കൊണ്ടും അതിൻ്റെ ഒരു ചെറിയൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഏറ്റവും ടോപ്പിലെത്തി ജബൽ ഹഫീത്തിൻ്റെ. ഇതാണ് ടോപ്പിൽ നിന്നുള്ള വ്യൂ. UAEയിലെ സെക്കൻഡ് ഹയസ്റ്റ് ഹിൽ സ്റ്റേഷനാണ് ജബൽ ഹഫീത്ത്. ഇവിടെ തന്നെ അതിൻ്റെ ഹിസ്റ്ററി എല്ലാം എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് എനിക്ക് തോന്നുന്നു ഇവിടെ മാത്രമല്ല, എല്ലായിടത്തും ഇവിടുത്തെ UAEയിലുള്ള എല്ലാ സ്ഥലത്തും ഇപ്പോൾ ഒരു ട്രീ ആണെങ്കിൽ പോലും അവിടെ അതിൻ്റെ ഹിസ്റ്ററി കാര്യങ്ങളെല്ലാം എഴുതി വെച്ചിട്ടുണ്ടാവും. എല്ലാം കണ്ടു കഴിഞ്ഞ് തിരിച്ചിറങ്ങിയ സമയത്ത് ലൈഫിൽ ആദ്യമായിട്ട് ക്യാമൽ മീറ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്യാനായിട്ട് പോകാട്ടോ. ഇവിടെയുള്ള ബേബി ക്യാമൽ എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റിലാണ് നമ്മൾ കഴിക്കാനായിട്ട് കയറിയത്. അവിടെ നിന്ന് ഷവർമ്മയാണ് ഓർഡർ ചെയ്തത്. ഇത് ശരിക്കും ആദ്യമായിട്ട് കഴിക്കാൻ പോകുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും ഉണ്ട്. അങ്ങനെ ഈ ഒരു ചെറിയ ബൈറ്റ് എടുത്ത് കഴിച്ചു നോക്കി. സംഭവം ശരിക്കും കൊള്ളായിരുന്നു. എല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് ഒരു മിക്സഡ് ഫ്രൂട്ട് ഫലൂഡയും കൂടെ കഴിച്ച് ബൈ ബൈ പറഞ്ഞു. അപ്പം അത്രയേ ഉള്ളൂ.